ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സാധാരണ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇന്ന് വിഷ്ണുവിന് ഓഫീസിലേക്ക് പോകണമല്ലോ. മോന് ഫുഡ് കൊടുത്തിട്ടാണ് പിന്നെ ആൾ ഭക്ഷണം കഴിക്കാനിരിക്കാറുള്ളത്. വേടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ആൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അത് മാറ്റാനും സമ്മതിക്കില്ല കേട്ടോ. 1-2 വായ കഴിക്കുമ്പോഴത്തേനും പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിയായി. ഈ സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തിട്ടു. കുഞ്ഞു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പണി തീരാൻ സമയം എടുക്കുമല്ലോ. അവരുടെ പുറകെ എപ്പോഴും ആരെങ്കിലും ഒക്കെ വേണം. ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വലിയ ആൾക്ക് സ്കൂളില്ല. വർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് അവധിയാണ്. മോന് ഭക്ഷണം കൊടുക്കലും കഴിഞ്ഞ് വിഷ്ണുവും കഴിച്ചിട്ട് ടൈം ആയപ്പോൾ ആള് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ആള് വീട്ടിലേക്ക് വരും. ഇതൊരു തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഞായറാഴ്ചകളിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. ഈ ഞായറാഴ്ച നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് മോന് സ്കൂളിൽ ലീവുമാണ്. വിഷ്ണു കഴിക്കാൻ വരാമെന്നും പറഞ്ഞതുകൊണ്ട് തിങ്കളാഴ്ച ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അമ്മ ചിക്കനെല്ലാം കഴുകി മസാല എല്ലാം തിരുമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഉള്ളിയുടെ തോലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണ്ടു. വിഷ്ണു ഓഫീസിൽ പോയത് കൊണ്ട് തന്നെ മോനെ നോക്കേണ്ട ഡ്യൂട്ടി ഇപ്പം അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കിച്ചണിൽ ഞാൻ തന്നെയാണ്. ഇടയ്ക്ക് വലിയാളും വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകേണ്ടതെന്നല്ലാതെ പണിയിൽ ഹെൽപ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ അടുക്കളുടെ കിടപ്പ് ഇങ്ങനെയാണ്. ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ കൂടുതൽ വേണമല്ലോ. നമ്മൾ ആഴ്ചയിൽ 2 തവണയൊക്കെയാണ് അരി ആട്ടാറുള്ളത്. ഇന്നിപ്പോൾ അതുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പണിത്തിരക്കിനിടയിൽ. അതാണ് ഗ്രൈൻഡറും പുറത്തിരിക്കുന്നത്, മാവിന്റെ പാത്രമൊക്കെ പുറത്തിരിക്കുന്നത്. ഇത് ഞാൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചില്ലിയാക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. കൂട്ടത്തിൽ മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ സൂപ്പ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇത് ബിരിയാണിക്കായിട്ടുള്ള മസാല റെഡിയാക്കിയിരിക്കുന്നതാണ്. ചിക്കൻ ചില്ലി ആക്കിയിട്ട് ഇനി ആ മസാലയുടെ കൂടിട്ട് മിക്സ് ചെയ്യും. തലശ്ശേരി സ്റ്റൈലിൽ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കണതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചിക്കൻ രസത്തിന്റെയും ഈ ബിരിയാണിയുടെ എല്ലാം ലിങ്ക് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് മസാല ഉണ്ടാക്കി അതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് റൈസ് വേവിച്ച ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ലിസ ബേബി ഉണ്ട്, നമ്മളുടെ പട്ടിക്കുട്ടിയാണ്. അവൾക്കുള്ള ഫുഡാണ് അപ്പുറത്തുള്ള കുക്കറിലിരുന്ന് വേവുന്നത്. ബിരിയാണിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ചിക്കന് വേണ്ട സാധനങ്ങളെല്ലാം വഴറ്റി അതിനകത്ത് ചിക്കനും ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം നമ്മൾ അടച്ചു വെക്കുമല്ലോ. അങ്ങനെ അടച്ചു വെച്ച് അത് സെറ്റായി വരുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കള കൂടെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ നേരത്തെ പുഴുങ്ങാനായി വെച്ചിരുന്ന മുട്ടയുടെ തോല് കളഞ്ഞെടുത്ത് കൂട്ടത്തിൽ സാലഡ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കറി അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും മോനും പുറത്തോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അംഗനവാടിയിലേക്ക് പോകാനാണ് കേട്ടോ റെഡിയായത്. നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. 3-4 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ. വലിയ ആൾക്കിന്ന് ലീവാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അവനും നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അവനാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ എല്ലാം എടുത്തു തന്നത്. പുറത്തോട്ട് ഇറങ്ങിയാൽ ആൾക്ക് നടക്കാനാണ് ഇഷ്ടം. നമ്മൾ എടുക്കാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. കുറച്ച് ദൂരമൊക്കെ ആള് നടന്നുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. ചെറുതായിട്ട് വെയിലും ഉണ്ടായിരുന്നു. നടന്നെത്തുമ്പോൾ അവിടെ വൈകുന്നേരം ആയാലോ എന്ന് വിചാരിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ എടുത്ത് നടക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ നമ്മളുടെ അംഗനവാടി. അതിനകത്ത് കയറി ചെന്നപ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ്. പെയിൻറ്റിങ്ങും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചുമര് ഫുള്ള് ഇതുപോലെ തന്നെ ചിത്രങ്ങളാണ് കേട്ടോ. കുഞ്ഞു ടേബിളും കളർഫുള്ളായിട്ടുള്ള ചെയറും അതേപോലെ തന്നെ താഴെ കളർഫുള്ളായിട്ടുള്ള മാറ്റും. ഇത് കണ്ടില്ല അവരുടെ ഷെൽഫ്. ചെറിയ ഷെൽഫാണെന്നുണ്ടെങ്കിലും കളർഫുള്ളായിട്ട് നീറ്റായിട്ടുള്ള ഒരു സംഭവം അല്ലേ. ഇതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ്. അവിടെ ചെന്നപ്പോൾ മോന് വീട്ടിലോട്ട് വരാനുള്ള ഭാവേ ഇല്ല. കുട്ടികളുടെ കൂടെ ഒരേ കളി തന്നെയായിരുന്നു. അവിടുത്തെ കുറച്ച് സമയമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ആളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. നമ്മളിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഫുഡ് വാങ്ങിക്കാനായിട്ടാണ്. കൺസീവ് ആകുമ്പോൾ മുതൽ നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഫുഡുകൾ തരാറുണ്ടല്ലോ. അവിലും വെല്ലവും കോറപ്പൊടിയും അങ്ങനെയൊക്കെ. മോൻ 6 മാസമായപ്പോൾ മുതൽ ഇനി 3 വയസ്സ് വരയ്ക്കും ഈ അമൃതം പൊടി തന്നെയാണ് തരാറുള്ളത്. 6 പാക്കറ്റ് വെച്ചിട്ട് ഓരോ മാസവും തരാറുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കരഞ്ഞ് വാശി പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് അവനെയും കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് നടന്നേ. വീടെത്തുമ്പോഴത്തേനും വിഷ്ണു ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഇപ്പം ഈ കാണുന്നത് വൈകുന്നേരം ആൾ ജോലി കഴിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് വന്നതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ സമയമായിരുന്നല്ലോ. ഉറക്കം വന്നതിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ കൂടിയിട്ട് മോൻ ചെറിയ വാശിയും കരച്ചിലൊക്കെ ആയി. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വിഷ്ണു ഓഫീസിൽ നിന്ന് വന്നത്. ഇനിയിപ്പോൾ അച്ഛൻ്റെ പുറകെയാവും അവൻ്റെ നടത്തം. ബാഗ് വെക്കാനായിട്ട് വിഷ്ണു അകത്തേക്ക് ചെല്ലുമ്പോൾ ബാക്കിൽ തന്നെ പോകുന്ന കണ്ടില്ല ഒരാൾ.
ആള്. ഇനിയിപ്പോൾ അച്ഛനും മകനും കൂടെ കളിച്ചോളും. ആ സമയം കൊണ്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറിട്ടോ. എനിക്കിനി കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ വിഷ്ണു വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്ന ബോക്സിനകത്ത് കാടമുട്ടയാണ് കേട്ടോ. ഇവിടെ അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ 100 ആയിട്ട് ഇതുപോലൊരു ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചിട്ട് വരാറുള്ളത്. പിന്നെ കൊണ്ടുവന്നിരുന്നത് ഈ നട്ട്സാണ്. ഇതും ഇവിടെ മോന് വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചൂടാക്കി വറുത്ത് പൊടിച്ച് വെക്കും. അതാവുമ്പോൾ പാലിനകത്ത് മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്ത് വെച്ചിട്ട് ഞാനും പുറത്തോട്ടിറങ്ങി വന്നപ്പോഴുണ്ടടാ മോനതാ ഓടിപ്പോകുന്നു. എങ്ങോട്ടാന്ന് നോക്കിയപ്പോൾ അവിടുന്ന് നടന്നു വരുന്നത് കണ്ടോ? അത് അച്ഛയാണ്. അച്ഛ ഒലവക്കോട് പോയിട്ട് വരുന്നതാണ്. അച്ഛച്ചയെ കണ്ടു കഴിഞ്ഞാൽ നടത്തത്തിനിടയ്ക്ക് ഈ ഒരു ഓട്ടം പതിവുള്ളതാണ്. ഇനിയിപ്പോൾ 6:30 6:45 വരെ ഈ നടത്തം അങ്ങ് തുടരും. അത് കഴിഞ്ഞ് അകത്ത് കയറി കുളി കഴിഞ്ഞാൽ ഭക്ഷണവും കഴിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.